ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മളെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേപ്പ് പരിപാടിയാണ്. നമ്മൾ നേരത്തെ ഒരു സോപാനത്തിൻ്റെ വർക്ക് നമ്മൾ കുറച്ച് കോൺക്രീറ്റും പരിപാടിയൊക്കെ ചെയ്തിട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ അതിൻ്റെ സോപാനം പറയുമ്പോൾ ഇരിക്കാനുള്ള ഒരു ബെഞ്ച്. അപ്പോൾ അല്ല അതിൻ്റെ കാലും പടിയൊന്നുമില്ല. നമ്മൾ സ്ലാബ് വാർത്തിട്ടത് നമ്മൾ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ ടൈലോ ഒക്കെ ഒട്ടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിൽ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ 17 ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ കട്ടയൊക്കെ കെട്ടിയേക്കുന്നത്. 17 ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ കട്ടയൊക്കെ കെട്ടി നമ്മൾ 18 ഇഞ്ചിന് നമ്മൾ കറക്റ്റ് അതിൻ്റെ സ്ലാബ് വാർത്തു. പിന്നെ കനം നമ്മൾ 2-2.5 ഇഞ്ചേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ടൈൽ പണി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേ 3-3.5-4 ഇഞ്ചിനകത്ത് വരും. അപ്പം അതിൻ്റെ തള്ളും സൈഡും ഭിത്തിയൊക്കെ തേക്കാൻ നമ്മളായിട്ട് അതാണ് ഇന്നത്തെ വർക്ക്, അതാണ്. അപ്പം ഞങ്ങൾ സാധനമൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേന് 9 മണിയായി. അപ്പം എന്തുവരും നമ്മൾ വർക്ക് തുടങ്ങി. അപ്പം ആദ്യം തള്ള് തേക്കാമെന്ന് ചോദിച്ചു. തള്ള് ആദ്യം ഗ്രൗട്ട് നമ്മൾ വെച്ച ഗ്രൗട്ട് വെക്കാൻ നമ്മൾ നല്ല കുഴമ്പം പരുവത്തിൽ ഗ്രൗട്ട് ചട്ടിക്കകത്ത് കുഴച്ച് കരണ്ടിക്ക് കോരി പറ്റിക്കുകയായിരുന്നു ചെയ്യുന്നത്. കാരണം അല്ലാതെ നമ്മൾ ഈ ചെറിയ സ്പേസ് ഉള്ളതുകൊണ്ട് നമ്മൾ കലക്കി അടിച്ചില്ല. അപ്പം അല്ലാതെ തന്നെ നമ്മൾ ഗ്രൗട്ട് ഒരു കുഴമ്പം പരുവത്തിൽ നമ്മൾ കരണ്ടിക്ക് കോരി വെച്ചു. എന്നിട്ട് നമ്മൾ ചാന്ത് കോരി വെച്ചു. അങ്ങനെ നമ്മൾ ചെയ്തത്. അപ്പം കറക്റ്റ് 2 കട്ടയുടെ ഹൈറ്റിലാണ് നമ്മൾ കെട്ടിയേക്കുന്നത്, അതിൻ്റെ ഹൈറ്റ് കൊടുത്തിരുന്നത്. എന്നിട്ട് അതിൻ്റെ ഭിത്തി നമ്മൾ റഫ് അടിച്ചിടുക. അപ്പം വെളി സൈഡ് മൊത്തം നമ്മൾ റഫ് അടിച്ചിടുക. കാരണം ഫ്രണ്ടിലെല്ലാം നമ്മൾ ഈ ഇപ്പോൾ ഈ തേക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ടൈലൊട്ടിക്കാനാണ്. അപ്പം അതിനുള്ള വാൾ ടൈൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആ വാൾ ടൈലാണ് ഒട്ടിക്കുന്നത്. അപ്പം ഇത് മൊത്തം റഫ് അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ മൂലഭാഗത്തൊരു ഫില്ലറുണ്ട്. ഫില്ലറിൻ്റെ റൗണ്ടൊക്കെ തേച്ചെടുക്കാൻ പാടാം. അതും നേരത്തെ ക്ലിയറൊക്കെ അടിച്ച് സെറ്റാക്കി ഇട്ടേക്കുന്ന സാധനമാണ്. നേരത്തെ ഹാമർ ടോൺ അങ്ങോട്ട് അടിച്ചതാണ് പെയിൻറ്റ്. പഴയ തൂണല്ലേ, ഹാമർ ടോണൊക്കെ അടിച്ച് അതിൻ്റെ മണ്ടയിൽ ക്ലിയർ അടിച്ച് ഇട്ടിരുന്നതാണ്. അത് ചാന്ത് പിടിക്കും. പിന്നെ ഗ്രിപ്പ് ചെയ്തൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചാന്തൊക്കെ പറ്റിച്ച് മൂലയൊക്കെ സെറ്റാക്കി എടുക്കണം. പിന്നെ ടൈലൊട്ടിക്കുന്നതിൻ്റെ കുഴപ്പമില്ല. മൂല ഇച്ചിരി കൊള്ളാൻ പാടുണ്ടെങ്കിൽ നമുക്ക് ടൈലിൽ ഒട്ടിക്കുമ്പോഴത്തേന് അതിനകത്ത് ആ ടൈം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്നാലും എന്തുവരും നമ്മൾ അത് ഫിനിഷ് ചെയ്യാതെ പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വർക്ക് ഇതാണ്. പിന്നെ നമ്മൾ ചാന്ത് കൂട്ടുന്നതിൻ്റെ റേഷ്യോ മറ്റേ എത്ര 3-1 ഇട്ടാണ് നമ്മൾ കൂട്ടുന്നത്. 3 ചട്ടിക്കൊരു ചട്ടി സിമെൻ്റ് എന്നുള്ള ഇതിൽ അങ്ങനെ കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമുക്ക് വീഡിയോകളൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനം. പിന്നെ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന വർക്കുകൾ മൊത്തം നമ്മളിതിനകത്ത് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അത് ചിലപ്പോൾ ചെയ്തതിൻ്റെ ബാലൻസ് വർക്കായിരിക്കും. അപ്പം അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പം നമുക്കല്ലാതെ ഫുള്ളൊരു വർക്ക് ഫിനിഷ് ചെയ്തിട്ട് അങ്ങനെ ഒരു വീഡിയോ അല്ല. നമ്മൾ ഇത് ഡെയിലി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളൊരു അങ്ങിടുവാണ്. ഇന്നത്തെ വർക്ക് എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്യുവാണ്. അപ്പോൾ അല്ലാതെ നമുക്ക് ഇന്നൊരു വർക്ക് ചെയ്തു അത് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ഫിനിഷിങ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ അതായത് അന്നത്തെ ദിവസത്തെ വർക്കിൻ്റെയാണ് നമ്മളിടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന വർക്കിൻ്റെ വീഡിയോ അന്ന് അത് അത്ര ഇടും. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് നമുക്കൊരു എൻഡ് കാണണമെങ്കിൽ വീഡിയോകൾ നമ്മൾ കണ്ടിന്യൂ ഇടുന്ന ഒരു വീഡിയോകൾ നമ്മൾ സ്ഥിരമായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു എൻഡിങ് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ ഇതിൻ്റെ ശോഭാനം നമ്മൾ വാർക്കുന്നതൊക്കെ കാണിച്ചു, അതൊരു വീഡിയോ ആയിട്ടിട്ടു. ഇതിപ്പോൾ നമ്മൾ തേക്കുന്ന ഒരു വീഡിയോ ആയിട്ടിട്ടു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ടൈൽ വർക്കും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ടിടും. അപ്പോൾ അങ്ങനെ അന്നേരം നമുക്ക് ഇതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അല്ല നമുക്ക് വേണമെങ്കിൽ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ഡെയിലി ഒരു വീഡിയോ എന്നുള്ളതിൽ നമ്മളങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന വർക്ക് ഒരു വീഡിയോ ആയിട്ട് ഇടുകയാണ്. അപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ വാച്ച് ചെയ്താൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ അതിൻ്റെ ഒരു ഫിനിഷിങ് വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ എന്തുവരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ പുതിയതായിട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സോപാനമൊക്കെ ചെയ്യുന്നത് തടിയിലൊക്കെ ചെയ്തിടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാറി ഇതുപോലെ പകുതി കെട്ടിയിട്ട് പിന്നെ എൻ്റെ കാലുകളൊക്കെ തടിയിൽ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതും മാറി പിന്നെ സിമെൻറ്റിലായി മൊത്തം. പിന്നെ അത് മാറി സ്റ്റീലിലായി. അങ്ങനെ പല പല ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റേ ഇതില്ല, ഈ കാലുകളൊന്നുമില്ല, പ്ലെയിനായിട്ട് സ്ലാബ് വാർത്ത് ഇടുക. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് കിടക്കാതിരിക്കാം. അപ്പോൾ ആ ഒരു സെറ്റപ്പ്. മറ്റേതും പറ്റും, പക്ഷേ മറ്റേ ഇത് ചാരാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, ചാരുപടിയില്ല. മറ്റേതൊക്കെ ചാരുപടിയൊക്കെ വെച്ചായിരുന്നു, സ്റ്റീലിൻ്റെയും തടിയുടെയും സിമെൻറ്റിൻ്റെയൊക്കെ വെച്ചിട്ട് ചാരുപടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചാരുപടികൾ ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ ചെയ്യുന്നിടത്തെല്ലാം ഇങ്ങനെ പ്ലെയിനായിട്ട് വാർത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ടൈലോ ഗ്രാനൈറ്റോ ഒട്ടിച്ച് അങ്ങ് വിടുക. ഇപ്പോഴത്തെ വർക്കുകളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ വർക്കുകൾ ഞങ്ങൾ നേരത്തെ ചെയ്ത് വീഡിയോ ഞങ്ങൾ യൂട്യൂബൊക്കെ തുറന്നതിന് മുമ്പൊക്കെ കുറേ വർക്കുകളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു. അതൊക്കെ അങ്ങനെയൊക്കെ. അപ്പം എന്തുവായാലും നമ്മളെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തേപ്പ് പോലെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് കറക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തുവായാലും നമ്മൾ ചായയുടെ ഇരിച്ചൊക്കെ ചെയ്തുകൊണ്ട് പക്ക ലെവലാണ് സാധനം. ഇവിടുന്ന് അങ്ങറ്റം വരെ കറക്റ്റ് ഒറ്റ ലെവലാണ് സാധനം. അപ്പം തേക്കാനും നമുക്ക് എളുപ്പമുണ്ട്. കറക്റ്റ് സെറ്റായിട്ട് നമ്മൾ കറക്റ്റ് ചാടൊക്കെ വലിച്ചിട്ട് സെറ്റായിട്ട് ചെയ്തുകൊണ്ട് തേക്കാനും എളുപ്പമുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ചില ഭാഗത്തൊക്കെ നല്ല കനമൊക്കെ കയറും, ചില ഭാഗത്തൊക്കെ. അപ്പോൾ ഇതാകുമ്പോഴത്തേന് കറക്റ്റ് ഒരേ കനമൊക്കെ തന്നെയാണ്. നമുക്ക് മുഴക്കോറിടാനും അതേപോലെയൊക്കെ കറക്കാനും എടുക്കാനും ഒക്കെ നമുക്ക് സെറ്റായിരുന്നു. പിന്നെ ഈ മൂലഭാഗം വരുന്നിടത്തേക്കുള്ള നമുക്ക് പാട്, കാരണം ഫില്ലർ ഉള്ളതുകൊണ്ട് റൗണ്ടായിട്ടൊക്കെ അത്രയും പോകാൻ പറ്റിച്ച് റെഡിയാക്കി കൊണ്ടുവന്നു. അതേ ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്, എളുപ്പമായിരുന്നു. അപ്പോൾ എന്തുമായാലും ഇന്നത്തെ ഞങ്ങളുടെ 2 പേരുടെ ഇന്നത്തെ ഒരു വർക്കാണ് ഇത്. ഞങ്ങൾ 9 മണിക്കായി വന്നപ്പോൾ എന്തുമായാലും ഒരു 4-5 മണി കഴിയുമ്പോഴത്തേന് തീർക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുമായാലും നമ്മൾ ഇന്ന് തേച്ച് സെറ്റാക്കിയിട്ടേ പോകത്തുള്ളൂ. പാകമൊക്കെ ഉണ്ട്. പാകം ഇച്ചിരി റിസ്ക്കാണ്, കാരണം ഈ കിടന്നൊക്കെ വേണം തേക്കാൻ. കറക്റ്റ് ഇരുന്നുകൊണ്ട് ഈ പോലീസും തേക്കുന്നതിൽ ഇപ്പോൾ ഇരുന്ന് ചെയ്യുന്നതിൻ്റെ കൂട്ട് അകത്ത് പറ്റത്തില്ല. ചാന്തൊക്കെ പറ്റിക്കൊണ്ട് നല്ലോണം കിടന്നൊക്കെ ചെയ്യണം. 2 കെട്ടയുടെ ഹൈറ്റല്ലേ ഉള്ളൂ, അപ്പോൾ അത് കാണാനും പറ്റത്തില്ല. അപ്പം അത് ഇച്ചിരി റിസ്ക് പരിപാടിയാണ്. പാകം പിന്നെ തെപ്പ് വരണ്ടിക്ക് മിനുക്കി വിടും, അതുകൊണ്ട് പിന്നെ റഫ് അടിച്ച് വിടുമല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ടൈലൊട്ടിക്കുന്നില്ലല്ലോ അകത്ത്, ഈ കാലുകളിൽ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം തേച്ച് മിനുക്കി വിടുക. അപ്പോൾ പുറത്ത് നമുക്ക് അപ്പുറത്തെ ഭിത്തിയുടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അകത്തോട്ട് കയറുവാണ്. അകത്തോട്ട് കയറിയിട്ട് പിന്നെ അപ്പം അതിനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കയറാൻ പറ്റിയിരിക്കുവാണ്. വെളിഭാഗമെല്ലാം തീർത്തിട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വന്നിട്ട് അകത്ത് കയറിയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാണ്.
ഇതിൻ്റെ അകം തേച്ച് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ സെറ്റ്. അപ്പം ബാക്കിയുള്ളതെല്ലാം നമ്മൾ തീർത്തു. അപ്പോൾ ഇനി നാളെ നമുക്ക് ബാക്കി ടൈലിൻ്റെ വർക്കും ഒക്കെയാണ് നാളെ. അപ്പം നമുക്കിനി എഡിച്ചൂടെ മോനെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ കാലോടെ പിടിച്ച് പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് അകത്തെ ഈ കട്ടിങ് കൂടെ ഒക്കെ തേച്ച് വിട്ട് കഴിഞ്ഞാൽ അകത്തെ പരിപാടിയും കഴിയും. അപ്പോൾ ഇനി നാളെ ടൈലിൻ്റെ വർക്കാണ്. അപ്പോൾ അത് നല്ലതായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ നാളെ അപ്പം വീഡിയോ കണ്ടവർക്ക് നന്ദി. താങ്ക് യു.